തൃക്കാക്കരയുടെ വികസനം എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ഒരു കൊച്ചി മെട്രോപൊളിറ്റൻ സിറ്റിയോട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടായേക്കുന്ന ഒരു വികസനമാണ്. അതല്ലാതെ MLA-മാരുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്ന വികസനമൊന്നുമല്ല. ആ ഒരു പ്രചരണം തെറ്റാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു MLA-മാർക്കും അവകാശപ്പെടാനില്ല അങ്ങനെ കേന്ദ്രീകൃതമായിട്ട് അവർ നടപ്പാക്കിയ വികസനമൊന്നും. നമ്മുടെ കൊച്ചി മെട്രോപൊളിറ്റൻ സിറ്റിയാണ്, അതിനെ കേന്ദ്രീകരിച്ചുണ്ടായിരിക്കുന്ന ഒരു വികസനമാണ് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട്. പിന്നെ ഇൻഫോ പാർക്ക് ഉണ്ട്, അതോടൊപ്പം തന്നെ കളക്ടറേറ്റ് ഉണ്ട്, അങ്ങനെ തൃക്കാക്കര മണ്ഡലത്തിലാണ്. അത് ഹൈജീനിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈജീനിക് അല്ലാത്ത പ്രദേശങ്ങളും ഒരുപാടുണ്ട്. നമുക്കറിയാം, എക്കണോമിക് സോണിന്റെ ഭാഗത്ത് പ്രവർത്തിക്കുന്ന തട്ടുകടകളൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. അതൊന്നും ഒട്ടും ഹൈജീനിക് അല്ല. ഞാൻ ചോദിക്കുന്നല്ലേ ഈ പറയുന്ന ഈ കളക്ടറേറ്റ് മന്ദിരങ്ങളാണെങ്കിലും കളക്ടറേറ്റ് മന്ദിരങ്ങളുടെ അവസ്ഥ ഞാൻ പറയേണ്ടതില്ലല്ലോ. നമ്മളൊരു കേരളത്തിലെ 14 ജില്ലകളിലെ അവസ്ഥ വളരെ അതായത് ജില്ലാ ഭരണകൂടം ഇരിക്കുന്ന സ്ഥലമാണ്. ജില്ലാ ഭരണകൂടം ഇരിക്കുന്ന അദ്ദേഹം ഇരിക്കുന്ന കസേരയും പരിസരവും മാത്രം വൃത്തിയാക്കിക്കൊണ്ട് ആ എൻ്റെ ബിൽഡിങ്ങുകളും പോസ്റ്ററിങ്ങും അതോടൊപ്പം തന്നെ വൃത്തിഹീനമായിട്ടുള്ള പരിസരമാണ്. അവരാണ് ഈ ജില്ല ഭരിക്കുന്നത്. അതെ, അവരാണ് ജില്ല ഭരിക്കുന്നത്. ഈ ജില്ല മുഴുവൻ നീറ്റ് ആവണമെന്ന് പറയുന്നത്.